ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളുടെ ഇമേജസിനകത്തെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുക എന്താണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ക്രോമിനകത്ത് ഓഫീസ് റൂം ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ഇതിനകത്ത് നല്ലൊരു ഓഫീസ് റൂം ബാക്ക്ഗ്രൗണ്ട് കാണാൻ സാധിച്ചു. അപ്പം അത് നോക്കിയപ്പോഴാണ് അതിൽ വാട്ടർമാർക്ക് കിടക്കുന്നത്. അപ്പം ഈ ഒരു വാട്ടർമാർക്ക് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇത് മാത്രമല്ല, ഏതൊക്കെ ഇമേജിൽ വാട്ടർമാർക്ക് ഉണ്ടോ ആ വാട്ടർമാർക്ക് എല്ലാം നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ ഒരു ഇമേജിൽ ലോങ് പ്രസ് ചെയ്യുമ്പം നമുക്ക് ഓപ്പൺ ഇമേജ് ഇൻ ന്യൂ ടാബ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്കതിൽ ക്ലിക്ക് ചെയ്യാം. ആ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ആ ഒരു URLന്റെ തൊട്ടിപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്ക്വയർ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ ഇമേജ് അടുത്ത ടാബിൽ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഇതാണ് ആ ഒരു ഇമേജ്. ഇനി നമുക്ക് മുകളിലുള്ള ആ ഒരു URL ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇമേജിൻ്റെ ആ ഒരു URL കോപ്പി ചെയ്യാം. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാട്ടർമാർക്ക് റിമൂവർ .io എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റിലോട്ട് വേണം വരാനായിട്ട്. ഇവിടെ വന്നു കഴിയുമ്പം നമുക്ക് അപ്ലോഡ് ഇമേജും ഉണ്ട്, പേസ്റ്റ് URL എന്നുമുണ്ട്. ഇപ്പോൾ നമ്മൾ URL കോപ്പി ചെയ്തതുകൊണ്ട് നമുക്ക് പേസ്റ്റ് URL എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇനി നിങ്ങളുടെ ഡിവൈസിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അപ്ലോഡ് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വാട്ടർമാർക്കുള്ള ഇമേജ് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ URL എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്ലീസ് പേസ്റ്റ് ദ ഇമേജ് URL എന്ന്. ഞാൻ ആ ഇമേജ് URL അവിടെ കൊടുക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലോഡിങ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒറിജിനലും വാട്ടർമാർക്ക് റിമൂവ് ചെയ്തതും. ഈ ഒരു ഒറിജിനലെ നോക്കിയാൽ നമുക്ക് ആ ഒരു വാട്ടർമാർക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റിൽ നോക്കിയാൽ നമ്മുടെ വാട്ടർമാർക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്താൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമ്മളുടെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്ത് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് വേറെ ഞാൻ ഒരെണ്ണം ട്രൈ ചെയ്തതാണ് ഇത്. ഇതിൻ്റെ ഒറിജിനലിനകത്ത് ഒരു കോപ്പിറൈറ്റഡ് ഇമേജ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കണ്ണാടിയുടെ ഭാഗത്തൊക്കെ കോപ്പിറൈറ്റഡ് ഇമേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിലോട്ട് വരുമ്പം, അതായത് വാട്ടർമാർക്ക് റിമൂവ് ചെയ്ത ശേഷം വരുമ്പം അവിടെ ആ ഒരു വാട്ടർമാർക്ക് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്ത ഇമേജിനെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഡൗൺലോഡ് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പം ചൂസ് വെയർ ടു ഡൗൺലോഡ് എന്ന് പറഞ്ഞു വരും. നമുക്കതിൻ്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയ ശേഷം ഞാനിപ്പം ഇതിനൊരു പേര് കൊടുക്കുകയാണ് ഓഫീസ് റൂം വാട്ടർമാർക്ക് റിമൂവ്ഡ് എന്ന്. ഇപ്പം ഞാൻ ഇതിന് കൊടുത്തേക്കുന്നത് ഓഫീസ് റൂം വാട്ടർമാർക്ക് റിമൂവ്ഡ് എന്നാണ്. അതിൻ്റെ താഴെ നമുക്ക് ഫയൽ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും ഫയൽ ഡൗൺലോഡഡ് എന്ന്. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അല്ലെങ്കിൽ ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ്സിൽ പോയാൽ നമുക്ക് ആ ഒരു ഇമേജ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതുപോലെയാണ് നമ്മളുടെ ഇമേജിൻ്റെ, അതായത് നമ്മളുടെ വാട്ടർമാർക്കുള്ള ഇമേജിൻ്റെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alphin, signing out. Goodbye.